friends. Welcome back to ZacTravel. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ബിരിയാണി. എന്ത് ബിരിയാണി? ബിരിയാണി. ബിരിയാണി പലതരം ഉണ്ടല്ലേ? അതേപോലെ പുട്ടും ഉണ്ട് പലതരം. ഇത് രണ്ടും കൂടി കൂടിയിട്ടുള്ള റൈറ്റാണ്. അതാണ് പുട്ട് ബിരിയാണി. അപ്പൊ ഇതുപോലെ ഇവരുണ്ടാക്കി വെക്കോട്ടല്ലേ? സൂപ്പർ സാധനല്ലേ? എന്നാ നമുക്ക് എന്താ അവരോട് ബാക്കി പറയാനുള്ളത്? ഇത് മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചെടുത്തിട്ട് എല്ലാരും പുട്ട് ബിരിയാണി ഉണ്ടാക്കട്ടല്ലേ? അടിപൊളി, നല്ല സൂപ്പർ അല്ലേ? സൂപ്പർ അല്ലേ? എന്നാ നമുക്ക് ഇവരോടൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ പറ്റും. ഇത് 1.5 കിലോ തൂക്കമുള്ള ഒരു ചിക്കൻ്റെ ചെസ്റ്റ് പീസ് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ സുർക്കയും ഉപ്പ് പാകത്തിനിട്ടിട്ട് ഒരു 2 മണിക്കൂർ എടുത്ത് കഴിഞ്ഞതാണിത്. ഇതൊരു കൈപ്പിടുത്തം മല്ലിയിലയാണ്. ഇനി കുറച്ചും കൂടിയാലും കുഴപ്പമൊന്നുമില്ല മല്ലിയില. ഒരു വലിയ ഉള്ളി, പിന്നെ 3 തക്കാളി, ഒരു 5 ചെറിയ ഉള്ളി, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും, ഒരു പണ വെളുത്തുള്ളിയും, ഒരു പച്ചമുളകും, ഈ ഒരു കൈപ്പിടുത്തം മല്ലിയില എന്നല്ല, അതിൻ്റെ തണ്ടുമാണ് ഈ കാണുന്നത്. 1 ടീസ്പൂണ് ഗരം മസാലയും, 1 ടീസ്പൂണ് മുളക് പൊടിയും, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 3/4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും, പിന്നെ ഉപ്പ് പാകത്തിനും, ഒരു 3 ടേബിൾ സ്പൂണ് തൈര്, 1/2 കിലോ പുട്ടുപൊടി. ഈ ക്യൂ സ്പൈസസിൻ്റെ നല്ല വറുത്ത് പിടിച്ച പുട്ടുപൊടി ഉണ്ട്, ഇതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഒരു കടായി പാത്രം ഈ മസാല എല്ലാതും പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 പണ വെളുത്തുള്ളിയും, പിന്നെ 5 ചെറിയ ഉള്ളിയും, ആ ഇഞ്ചി പീസും, പിന്നെ പച്ചമുളകും, ഈ മല്ലിയിലൻ്റെ തണ്ടുണ്ട് അത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് വെള്ളം കൂട്ടാതെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക ഈ ഒരു പരുവത്തിൽ. ഇനി നമ്മളെ മസാല കൂട്ടി വെക്കണം. അപ്പോൾ ആ കടായി പാത്രത്തിൽ ഈ ചിക്കൻ പീസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സുർക്കൊക്കെ ഒഴിച്ചിട്ടില്ല, അതായത് ആദ്യം ഫില്ല് ചെയ്യുക. ശേഷം നമ്മൾ ആ വലിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി അരിയുക. അളവുകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിയുക. ഇതെല്ലാതും കണ്ടിന്യൂസ് ആയിട്ട് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുകയൊക്കെ വേണ്ടത്. പിന്നെ നമ്മളുടെ ആ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയും, പിന്നെ പഞ്ചസാരയും ഉപ്പ് പാകത്തിനിടണേ. അതിട്ടിട്ട് ആ 3 ടേബിൾ സ്പൂൺ തൈരും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും മിക്സ് അതും ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അതിനുള്ളിൽ കുറച്ച് വെള്ളം ഒന്ന് കലക്കി പറന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് അതൊരു 1.5-2 മണിക്കൂർ അങ്ങനെ നല്ലോണം മിക്സ് ചെയ്യണം. എല്ലാ ഭാഗവും മിക്സ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് വെള്ളം ഊറി വരും, അടച്ചു വെക്കുക. ഇനി നമ്മളെ പുട്ട് പൊടി കുഴച്ച് വെക്കണം. ആദ്യം ഈ 1/2 കിലോൻ്റെ പുട്ട് പൊടി ഒരു പാത്രത്തിൽ ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിനിടുക, ഉപ്പ് പൊടി ഇടുക. ഇനി ഉപ്പ് വെള്ളം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ശേഷം ഞാനിപ്പോൾ ഒരു 200 മില്ലി വാട്ടർ ഇടുന്നത്. അത് ഓരോ പുട്ടുപൊടിക്കും ഓരോ അളവായിരിക്കും വരിക, ഈ വെള്ളത്തിൻ്റെ അളവ് വരിക. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈകൊണ്ട് ഈ പൊടിയൊന്നും ഇങ്ങനെ ഉണ്ടാക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഉണ്ടായിട്ട് നിൽക്കണം. അപ്പോഴാണ് അതിൻ്റെ പരുവം കറക്റ്റായി അറിയാൻ കഴിയുക. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാവവും. കഴിഞ്ഞ ദിവസം ഞാനൊരു പുട്ടു മത്സരത്തിൻ്റെ ജഡ്ജായിട്ട് പോയിരുന്നു. അന്ന് ഈ പുട്ടു മത്സരത്തിൽ സ്ത്രീകളുടേതായിരുന്നു. പുട്ടു മത്സരത്തിൻ്റെ പിന്നെ ഫസ്റ്റ് പ്രൈസ് ഈ ബിരിയാണിക്കായിരുന്നു, പുട്ട് ബിരിയാണിക്കായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിതിലിടുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെക്കുക. ഇനി നമ്മളെ മസാല ഇതേപോലെ ഒരു 1.5-2 മണിക്കൂർ നോക്കുമ്പോൾ വെള്ളം ഊറി വന്നിട്ടുണ്ടാവും. ഇതിനെ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, നല്ലോണം വേവിക്കുക. അങ്ങനെ തള വരുന്ന സമയത്ത് കുറച്ച് ഈ റോസ് വാട്ടറിൻ്റെ ഒരടപ്പ് അതിലേക്ക് ഇടുക. ഇനി ആദ്യം തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ടൊരു ചെറു തീയിലൊരു വേവിച്ച് വെക്കുക. ഇതിപ്പോൾ ചെറു തീയിലാണ്, അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഊറി വന്നിട്ടുണ്ട്. അതായത് ഇറച്ചി വേവാനുള്ള ടൈം മതി. ശേഷം അതിലേക്ക് നല്ലോണം ഇളക്കി പിടിപ്പിച്ചിട്ട് ലാസ്റ്റ് മല്ലിയില ഇട്ടിട്ട് അതങ്ങോട്ട് പുറത്തെടുത്ത് വെക്കുക. ചൂടാറാൻ വേണ്ടി വെക്കുക. ചൂടോടെ നമ്മളെ മസാല കയറ്റരുത്. അപ്പോൾ ഇത് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട്
2 പാർട്ടായി ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കുക. ശേഷം നമ്മൾ ആ പുട്ടുപൊടി ഉണ്ട് നേരത്തെ കുഴച്ച് വെച്ചാൽ അത് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് നിൽക്കണം, പൊടിയാത്ത മോഡലിൽ. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഹാഫിലേക്ക് ഇടുക. പിന്നെ ബാക്കിയുള്ള ഹാഫ് മസാല മറ്റേതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഈ പുട്ടിൻ്റെ വെള്ള കളറിൻ്റെ കളറ് മാറിയിട്ട് ഇതേപോലെ കളർ വരും. കുറച്ചുകൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മഞ്ഞപ്പൊടി കൂട്ടിയാൽ, പക്ഷേ മഞ്ഞപ്പൊടി അധികം കൂട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഇതേപോലെ പുട്ട് ചുടുന്ന പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് എണ്ണയും നെയ്യും എന്തെങ്കിലും പുരട്ടുക, ഇതേപോലെ വെക്കുക. നല്ലോണം അധികം ജാമാക്കണ്ട, ഒരു സോഫ്റ്റായിട്ട് അധികം പ്രസ് ചെയ്യരുത്. എന്നിട്ട് ടോപ്പിലൊന്നും ഇങ്ങനെ അമർത്തി വെച്ച് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ഇതായിട്ട് വെന്ത് കിട്ടും കംപ്ലീറ്റ്. ഞാനിവിടെ അലൂമിനിയം കുക്കറാണ് സാധാരണ ഉപയോഗിക്കാറ്. കുക്കറിന് മറ്റേ പാചകം ചെയ്യാൻ ഉപയോഗിക്കില്ല. ഈ അലൂമിനിയം കുക്കറിൻ്റെ ടോപ്പിൽ വെച്ചിട്ടാണ് ഈ പുട്ടൊക്കെ ഉപയോഗിക്കാറ്. അങ്ങനെ ഇതിപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കമഴ്ത്തി വെക്കുക, അതിൻ്റെ മുകളിൽ അത് മെല്ലെ തട്ടിയെടുക്കുക. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി കുങ്കുമത്തിൻ്റെ ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടി മഞ്ഞ കളറുണ്ടാകും. ഞാൻ പൊതുവെ ഈ നാച്ചുറൽ കളറാണ് ഉപയോഗിക്കാറുള്ളത്, അധികം മറ്റേ കളർ ഉപയോഗിക്കുക. ഇത് പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല വെറൈറ്റി ഇതാണ്, നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ്. വേറെ കറി കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. ഇപ്പം അടുത്തൊരു പുട്ട് മത്സരം ഉണ്ടായിരുന്നു, അതിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഈ ബിരിയാണി പുട്ടിനായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി കളറുണ്ടായിരുന്നു ആ പുട്ടിന്. ഇതാണ് പുട്ട്. ഇതൊരു 4 ആൾക്ക് 5 ആൾക്ക് നല്ല സുഖമായിട്ട് കഴിക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക ഈ പുട്ട് ബിരിയാണി. എൻ്റെ ചാനലിൽ ഒരുപാട് ബിരിയാണികളുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരം പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഇതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.